ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ റീഡിങ്ങുമായിട്ട് പരമാവധി കണക്ട് ആകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ സ്പ്രെഡിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്ത റിലേഷൻഷിപ്പിൽ ഒന്നും ഇത്രയധികം ഒരു പ്രശ്നങ്ങൾ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. തീർച്ചയായിട്ടും ഇത് ആരുടെയൊക്കെയോ എനർജി ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ച വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, അങ്ങനെ നിങ്ങൾ കടന്നുപോയ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനസാന്നിധ്യം, ധൈര്യം എന്നൊക്കെ പറയാനുള്ളൂ. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കാർഡുകൾ, ഒരു കാർഡുകളിലൊക്കെ ഓരോ കാർഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രോങ് ചീറ്റിംഗ് എനർജി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഫസ്റ്റ് കാർഡിൻ്റെ രണ്ട് എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു 3 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 7 ഓഫ് സോഡ്സ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹൃദയം ഹൃദയത്തിൽ കുത്തി ഇറങ്ങുന്ന എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കുത്തി ഇറക്കുന്ന വേദന അത് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എങ്ങോട്ടോ മാറിപ്പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജി ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതൊരു ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഫീമെയിൽ തന്നെ എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ജെൻഡർ വൈസ് നമ്മൾ പറയുന്നില്ല, ആ ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുണ്ട്, അത് കണക്കാക്കാതെ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളതാണ്. അതായത് ഇവിടെ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ പാർട്ട്ണർ വേദനയ്ക്കാണ് എന്നറിഞ്ഞിട്ടും, അല്ലെങ്കിൽ അവർക്കൊരു തീരാ ദുഃഖമാണ് താൻ കൊടുക്കുന്നത് എന്നറിഞ്ഞിട്ടും അത് ഗവനിക്കാതെ സ്വന്തം വഴിയിലേക്ക് പോയിട്ടുള്ളത്, അതൊരു ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സണിലേക്കായിരിക്കാം ഇവർ പോയിട്ടുള്ളത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് വിചാരിച്ച ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ആർഗ്യുമെന്റ്സും വഴക്കുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലോ ഒക്കെ ആകാം ആ കലഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചില റീഡിങ്ങിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ സൈലന്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരിക്കാം. പക്ഷെ പ്രകടമായിട്ട് വലിയൊരു പൊട്ടിത്തെറികളില്ലാതെ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോകുന്ന സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു എനർജി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്.
സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഒരു വലിയൊരു വഴക്ക്, വലിയൊരു ബഹളം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അതായത് ഒരു പ്രശ്നത്തിന് ശേഷം വരുന്ന ഒരു ശാന്തത എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് നമുക്കിവിടെ ഓവറോൾ എനർജി ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ ആ ഒരു ഐസൊലേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയേറെ ഒരു ബാക്കപ്പ് ഹിസ്റ്ററി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റിൽ ഇതിനകത്ത് തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ഒരുപാട് വേദനിച്ചു എന്നറിയാം. ആ പേഴ്സൺ അത്ര ഒരു ഹോണസ്റ്റ് ആയിരുന്നില്ല ആ ഒരു പേഴ്സൺ. ഇതിനകത്ത് അവർ അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളതും എന്നറിയാം. പക്ഷേ ഈ തേർഡ് പാർട്ടി സ്ട്രോങ് ആണെന്നും അറിയാം നിങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എന്നാലും ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് കടക്കാനായിട്ട് കഴിയുന്നില്ല. ഇതിനകത്ത് തന്നെ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇനി പുറത്ത് കടക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണ് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ഈ വ്യക്തിയോടുണ്ട്. അത് ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ടും കഴിയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു അഡിക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ. നിങ്ങൾ അഡിക്റ്റഡ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് എന്തു ചെയ്ത് എങ്ങനെ ചെയ്തു, അത് പല കാര്യങ്ങളിലുള്ള തിരിച്ചറിവുകളൊക്കെ ഉണ്ടായാൽ പോലും നമുക്ക് ആ ഒരു വ്യക്തിയെ വിട്ടുപോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒബ്സെഷനോ അഡിക്ഷനോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അവരുടേതായ കാര്യങ്ങളെല്ലാം ഓക്കെ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന പോലെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കും ജസ്റ്റ് എനിക്ക് ഓക്കെ അവരങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നമുക്കും അതുപോലെ ജസ്റ്റ് ഓക്കെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാനും ഓക്കെ ആയിട്ട് പോകുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷെ അതിനായിട്ട് കഴിയുന്നില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്, ആ അത്തരത്തിലുള്ള അവസ്ഥകൾ. അപ്പോൾ ശരിക്കും ഒരു ട്രയാങ്കിൾ ലവ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആരുടെയൊക്കെയോ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഫേസ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അത്രയേറെ ഒരു കണ്ണീരിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്രയും ആ ഒരു ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയുടെ എനർജി ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവർക്ക് നിങ്ങളോടുള്ള ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഈ താഴെ വരുന്ന കാർഡുകളിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയോട് ആവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഇവരിവിടെ വളരെ ഹോണസ്റ്റ് ആയിട്ട് ആരോടും സംസാരിച്ചത് പോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും അറിയുന്ന ഏതെങ്കിലും വ്യക്തിയോടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആത്മാർത്ഥമായ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിരിക്കും. കാരണം ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഈ ഒരു പേഴ്സന്റെ ഒരു മാനസിക അവസ്ഥ മാറുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു അനക്കമൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്ന് പറയുന്നത് പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അടിപിടികൾ, ചിലപ്പോൾ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു പ്രഷർ തന്നിട്ടുള്ള പാസ്റ്റാണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സൈലന്റിലേക്കോ ഒക്കെ നിങ്ങൾ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു പിന്നെ വരുന്നത് ഫൂൾ എനർജി കാർഡ് നോക്കുകയാണെങ്കിൽ,
ഫൂളിൻ്റെ ഒരു എനർജി നമ്മോട് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവരൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും വരും വരായികളും ഒന്നും നോക്കാതെ ഇതിനകത്തേക്ക് വീണ്ടും വരാനായിട്ട് ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. അവർക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ തമ്മിൽ എത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഏതൊക്കെയോ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ആകാനായിട്ട് നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സണും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ നേരത്തെ അവിടെ നോക്കിയപ്പോൾ വന്ന 2-3 കാർഡുകൾ നമുക്ക് ഇതിനകത്തും ആ ഒരു കാർഡുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന എനർജീസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ ആ ഒരു സെയിം എനർജീസ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. 5 ഓഫ് വാൻഡ്സ് എനർജിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ മറ്റാരോടോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മളെ ആദ്യമേ പറഞ്ഞത് വളരെ അത് ഹോണസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ചില കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റുള്ളതെങ്കിലും വേറെ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇല്ല, ഞാൻ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി എന്ന് കുറ്റം ചാർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവനവനെ തന്നെ ആ ഒരു രീതിയിലായിരിക്കും ന്യായീകരിച്ചായിരിക്കും പറയാം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടെന്നറിഞ്ഞാലും മറ്റുള്ളവരിലേക്ക് അത് ചുമത്താനായിട്ട് നമ്മൾ മറ്റൊരു മൂന്നാമത്തെ ഒരാളോട് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് പറയുക. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, അവരാണ് എന്നെ ചീറ്റ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നില്ല. അവരുടേതായ തെറ്റുകളും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തേർഡ് പാർട്ടിയുടെ ഒരു ഇന്റർഫിയറൻസ് ഒക്കെ ഇതിനകത്തേക്ക് കയറി വരും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കഴിഞ്ഞ പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വന്നേക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെ സൈലന്റ് ആയിട്ട് പോയതോ, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് മാറി നിന്നതുപോലെ പോയതൊക്കെ അതുകൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പലതും അറിയാമെങ്കിലും ഈ പേഴ്സൺ വീണ്ടും ഇതിലേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സൈക്കിൾ വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചത്, നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മാറിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ വിചാരിച്ചിട്ടുണ്ടാകും, ഓക്കെ, എനിക്ക് എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു രീതിയിലായിരിക്കും ആ ഒരു വ്യക്തി പോയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളെ വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്കതിനകത്ത് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു എന്തിനെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫിയർ എന്ന് പറയുന്നത് നമുക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊരു കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പം ആ ഒരു കർമ്മ ഈ ഒരു വ്യക്തി തേടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യം ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അവർ ആ ഒരു കർമ്മയെ പേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളുടെ ശാപം കിട്ടണം, അല്ലെങ്കിൽ കിട്ടും എന്ന് അങ്ങനെ കിട്ടരുത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ഇവർ പോകുന്നത് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾ വേദനിക്കും, അല്ലെങ്കിൽ വേദനിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം എന്ന് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു കർമ്മ കാര്യങ്ങളെല്ലാം പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ്സിനെ അവർ തീർച്ചയായിട്ടും പേടിക്കുന്നുണ്ട്. മാത്രമല്ല
ഇവിടെ നമുക്ക് ആ ഒരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഫുൾ എനർജി നമുക്ക് അതുപോലെ തന്നെ ഒരു 4 ഓഫ് വാൻഡ്സ് എനർജി മെയിനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു റീസ്റ്റാർട്ട് നമുക്കവിടെ പറയാനായിട്ട് സാധിക്കും. എങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിക്കഴിഞ്ഞാലും വീണ്ടും കണക്റ്റ് ആകാൻ അല്ലെങ്കിൽ അവസാനിച്ചിടത്ത് നിന്ന് വീണ്ടും ആരംഭിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഡിസയർ അവർക്കുണ്ട്. മാത്രമല്ല ഇതിനകത്ത് തുടർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇനി പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും എന്നുള്ളൊരു കാര്യവും ഈ വ്യക്തിക്കറിയാം. പക്ഷെ എങ്കിലും അവരുടെ മനസ്സ് ഇത് വിട്ട് കളയാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവരെ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അവർ കൂടുതലും നിങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മാത്രം കൊടുക്കാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവരിവിടെ ആ ഒരു ടവർ എനർജിയെ പേടിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും ഒരു അവതാളത്തിലാകുമോ അല്ലെങ്കിൽ ഒരു നാശത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്ക് വിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന ഒരു എനർജി, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൺ മറ്റൊരാളോട് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒന്ന് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, നല്ലൊരു ഫെയിം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം അങ്ങനെ നമുക്കൊരു നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പേര് അറിയുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പല ആളുകളും വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു പേടി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി ഫിയറും കൂടി ഉള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും ഒരു നിലപാട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് മാറിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജസിന് കോട്ടം തട്ടും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നതിന് ഉള്ള ഒരു കാരണമായിട്ട് പല പല ഫാക്ടേഴ്സും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനെയാണ്, ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഷെയർ ചെയ്യുന്നത്, അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്, ഒരു കോൺസിക്വൻസും കാര്യങ്ങളും ചിന്തിക്കാതെ ഇതിനകത്തേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു തകർച്ച ഉണ്ടായി പോകും. ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫിയർ ആയിരിക്കാം, അതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെ ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ടാവില്ല. കാരണം നിങ്ങളെ അത്രയും വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ എനർജി ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടതാണ്. ആ ഒരു 3 ഓഫ് സോൾസിൻ്റെ എനർജിയൊക്കെ നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ പറയും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം അതും അവരുടെ ഒരു കൺസേൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അവരുടെ മനസ്സ് അതിന് അവരെ അനുവദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അവരുടെ ഒരു ഫിയർ, നമ്മൾ പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ട്. നിങ്ങളുടെ ശാപം കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം, അതെല്ലാം ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് കഴിയുന്നില്ല. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയാൽ അത്ര എളുപ്പമല്ല അവർക്ക് മുന്നിലേക്ക് പോകാനായിട്ട്. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ഫിസിക്കലി ചെയ്യുന്നത് പോലെയല്ല, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള ഒരു ധാരണയിലായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡ് അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു പോയത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രഷർ തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഒരു എൻഗേജ്മെന്റ് ഉള്ള ഒരു മൂമെന്റ്സ് ഉള്ള നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നാലും നമുക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയില്ല. നമുക്ക് എപ്പോഴും ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഒരു ഹോപ്പ് അവർ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ച് ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ആ ഒരു 5 ഓഫ് വാൻഡ്സ് എനർജിയിലാണ്. കാരണം
വീണ്ടും അതിനകത്ത് ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകും എന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയാം. അപ്പോൾ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ആയിരിക്കാം, വീണ്ടും വഴക്കും ബഹളങ്ങൾ കാര്യങ്ങളായിരിക്കാം. അതെല്ലാം സംഭവിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ വരുമെന്നറിയാം, എങ്കിലും അവർക്ക് ഇത് വിട്ടുകളയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ ഒരു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്, ഒരു വിളക്ക് പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു പ്രതീക്ഷയോടുകൂടി ആ ഇരുട്ടിലേക്ക് അവർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റിംഗ് എനർജി എന്ന് പറയാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് തുടർന്നുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്ത് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ വിട്ട് കളയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം. തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ലൈഫിന് തന്നെ പ്രശ്നങ്ങൾ വരുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം എന്ന് വരാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കണക്ഷൻ വിട്ടുകളയാൻ, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദമായിട്ടെങ്കിലും ഇത് നിലനിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഉള്ള ഒരു വ്യക്തിയുടെ ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആരോടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും അവരോട് വളരെ ഒരു ഹോണസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തെറ്റ് പറ്റിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റു വ്യക്തികളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല, കാരണം ആദ്യം നമ്മൾ എടുത്ത ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നതല്ല. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വേദന അനുഭവിച്ച് ഇപ്പോഴും മനസ്സിനകത്തൊരു വിങ്ങൽ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടാകാം, എങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത ആരുടെയൊക്കെയോ എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും വീണ്ടും ആ ഒരു കണക്ഷൻ എങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു റീഡിങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.